അപ്പോൾ നമ്മളിവിടെ ഡിറൈവ് ചെയ്യാൻ പോവാണ് റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും. അതിനായിട്ട് നമ്മളൊരു കോൺകേവ് മിറർ എടുത്തു. കോൺവെക്സ് മിറർ എടുത്താലും കുഴപ്പമില്ല, പക്ഷേ റിയൽ ഇമേജ് തരുന്ന മിററുകൾ എടുത്താൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ചൂസ് ചെയ്തത് കോൺകേവ് മിററാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാനത് ഒപ്പാക്കാണെന്ന് കാണിക്കാനായിട്ട് ലൈൻസ് വരച്ചു, മറ്റേ സൈഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുമ്പോൾ ഒരു റേ മാത്രം, ഇപ്പോൾ ഒരു റേ എടുത്തു, അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്നതായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അതെൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ വന്നു, മിററിൽ ടച്ച് ചെയ്തു. മിററിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് പാരലായിട്ടാണ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ വന്നാൽ അത് ഏതിൽ കൂടെ പാസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോക്കസിലൂടെ അത് പാസ് ചെയ്യും. അപ്പോൾ ഞാനത് ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണിച്ചു. അതിന് മുമ്പ് ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ, അതായത് ഈ സ്ഫിയർ കംപ്ലീറ്റ് ചെയ്ത് അതിന് സെൻറ്റർ എവിടെയായിരിക്കും, അവിടെ സെൻറ്റർ ഓഫ് കർവേച്ചറും അതിനും പോളിനും കറക്റ്റ് സെൻറ്ററിലായിട്ട് ഫോക്കസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു റേ പാരലായിട്ട് വരച്ചു. പാരലായിട്ട് മിററിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ഫോക്കസിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഞാൻ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നതായിട്ടും കാണിച്ചു. അപ്പോൾ ഇവിടെ ഇമേജ് ഫോർമേഷൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ഒരു റേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. 2 റേ സെലക്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റും ഇമേജും ഒക്കെ വെച്ചിട്ടുള്ള ഡെറിവേഷനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ. ഇനി കറക്റ്റ് ഒരു നോർമൽ വരച്ചു. ഇതാണ് നോർമൽ. നോർമൽ എന്ന് പറയുന്നത് ഈ ചെറിയ പോർഷൻ, മിററിൻ്റെ ഒരു ചെറിയ പോർഷൻ എടുക്കും. ആ പോർഷനിൽ നിന്ന് ഞാനൊരു നോർമൽ വരച്ചു. ആ പോർഷനിൽ നിന്ന് ഒരു നോർമൽ വരച്ചാൽ എപ്പോഴും അത് എവിടെ ചെന്നാൽ മീറ്റ് ചെയ്യുക, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ ചെന്നാണ് മീറ്റ് ചെയ്യുക. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു മിററിൻ്റെ നോർമൽ, അതായത് പാരലായിട്ടൊരു റേ വന്ന് വീണ് അത് റിഫ്ലക്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മളൊരു നോർമൽ വരയ്ക്കുകയാണ്. നോർമൽ വരയ്ക്കുമ്പോൾ ആ മിററിൻ്റെ നോർമൽ എപ്പോഴും എവിടെ വന്നാൽ ടച്ച് ചെയ്യുക, സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വന്നാണ് ടച്ച് ചെയ്യുക. ഈ ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് നോർമലിനെയാണ് കേട്ടോ, ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ കാണിക്കുന്നത് നോർമലിനെയാണ്. അപ്പോൾ നമുക്ക് ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ഈ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിള് നമ്മൾ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. സാധാരണ ആംഗിളിന് തീറ്റാന്ന് കൊടുക്കുന്നതുകൊണ്ട് തീറ്റാന്ന് ഇവിടെ കൊടുത്തു. അതുപോലെ ഈ നോർമലും ഈ റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിന് തീറ്റാന്ന് കൊടുത്തു. രണ്ടും തീറ്റാന്ന് കൊടുക്കാനുള്ള കാരണം എന്താ, രണ്ടും ഈക്വലാന്ന് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും തീറ്റാന്ന് കൊടുത്തു. ഇത് രണ്ടും തീറ്റ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ആംഗിൾ എത്രയായിരിക്കും, 2 തീറ്റ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ 2 തീറ്റാന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുതായതുകൊണ്ട് കാണുമോയെന്ന് എനിക്കറിയില്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഈ 2 ആംഗിളുകളും കൂടിയിട്ടുള്ള ആംഗിളിന് 2 തീറ്റാന്ന് കൊടുത്തു. ഇനി നിങ്ങൾ മാത്സിലൊരു റൂൾ യൂസ് ചെയ്യണം. ഇതൊരു പാരലൽ റേ, ഇതും ഒരു പാരലൽ റേ. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് ഈ ലൈൻ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഇത് മാത്രം, ഈ ഒരു ലൈൻ മാത്രം ഉള്ളൂ വിചാരിക്കുക. ഇവിടെ തീറ്റയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും എന്ത് തന്നെയായിരിക്കും, തീറ്റയായിരിക്കും. 2 പാരലൽ ലൈനിൻ്റെ ഇടയിലുള്ള ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തീറ്റ ആണ്. അതുപോലെ ഇനി ഈ റേ എടുക്കാണ്. ഇത് 2 പാരലൽ റേസ്, അതിൻ്റെ ഇടയ്ക്ക് ഈ റേ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും. നോർമലിനെ നമ്മൾ മറക്കുക. ഈ റേ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ 2 തീറ്റ ആണെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള ലൈനിലെ ആംഗിൾ എത്രയായിരിക്കും, 2 തീറ്റ തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. ഈ ആംഗിൾ കൺസിഡർ ചെയ്യുക, ഈ ട്രയാംഗിൾ QCP. ആ ട്രയാംഗിൾ കൺസിഡർ ചെയ്യുക. ട്രയാംഗിൾ ഏതാ, QCP. QCP എന്ന് പറഞ്ഞ ട്രയാംഗിൾ കൺസിഡർ ചെയ്യാണ്. QCP എന്ന് പറഞ്ഞ ട്രയാംഗിൾ കൺസിഡർ ചെയ്തിട്ട് ടാൻ തീറ്റ എടുക്കുകയാണ്. ടാൻ തീറ്റ, ഹൗ വി ഫൈൻഡ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നമ്മളെടുത്ത ട്രയാംഗിൾ ഇതാണ് ട്രയാംഗിൾ. അതിൻ്റെ ഈ സൈഡ് കറക്റ്റായിട്ട് വരുന്നില്ല, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യാണ് അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള സൈഡാണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഒരു ട്രയാംഗിൾ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ട്രയാംഗിൾ QCP എന്ന് പറഞ്ഞ ട്രയാംഗിൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാ, ഇതല്ലേ. അതിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്, Qയും Pയും. അപ്പോൾ ആ സൈഡിന് നമുക്ക് എന്ത് കൊടുക്കാം, QP ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതൊരു ഈ അടിയിലെ സൈഡ് തന്നെ, അതായത് C തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അഡ്ജസൻറ്റ് സൈഡ്. ഞാൻ CP എന്ന് കൊടുത്തു. ഇനി ഈ ആംഗിൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ നമ്മളിത് നിങ്ങൾക്ക് ഡെറിവേഷൻ ചെയ്യാനുള്ള എളുപ്പത്തിന് കുറച്ച് വലുതാക്കി വരച്ചിരിക്കുന്നതാണ്. ഈ തീറ്റ 2 തീറ്റ എന്ന് പറഞ്ഞ ആംഗിളുകളൊക്കെ വളരെ സ്മോളാണ്. അത്രയും സ്മോൾ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ വെരി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, tan theta approximately equal to theta എന്ന് എഴുതിയാലും മതി.
തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് മാറ്റം വരുത്താം? ടാൻ തീറ്റയ്ക്ക് പകരം തീറ്റ എന്ന് കൊടുത്താലും ഒരു പ്രശ്നവും വരില്ല. തീറ്റ ഈക്വൽ ടു QP/CP. ഇക്വേഷൻ 1. അപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി. ഇനി അടുത്ത ട്രയാങ്കിൾ, ഇതിൽ 2 ട്രയാങ്കിൾ ഉണ്ട്. ഒരു ട്രയാങ്കിളാണ് നമ്മൾ എടുത്തത് QCP. അതുപോലെ തന്നെ നെക്സ്റ്റ് ട്രയാങ്കിൾ സെലക്ട് ചെയ്യാണ് QFP. 2 ട്രയാങ്കിളേ ഉള്ളൂ. QCP നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തു. ഇനി സെലക്ട് ചെയ്യുന്നത് QFP. അപ്പോൾ ഞാൻ ട്രയാങ്കിൾ QFP എടുക്കുകയാണ്. ഇതേ റൂളുകൾ തന്നെ അതിലും ഞാൻ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ QFP എടുക്കുമ്പോൾ അവിടുത്തെ ആംഗിൾ തീറ്റ അല്ല, 2θ ആണ്. അപ്പോൾ ഞാൻ എന്തെടുക്കും? tan 2θ ഈക്വൽ ടു tan 2θ ആയാലും ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അത് സെയിം തന്നെയാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാലും QP തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡ്. രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ് സെയിം തന്നെയാണ്. QP ബൈ അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? FP. ഇവിടെ ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞു. 2θ വെരി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? tan 2θക്ക് എന്ത് കൊടുക്കാം? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2θ. തീറ്റ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ tan തീറ്റയെ നമുക്ക് തീറ്റ എന്ന് എഴുതാം. അതുപോലെ 2θ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ tan 2θക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2θ എന്ന് എഴുതാം. അത് ഇവിടുത്തെ tan 2θക്ക് പകരം 2θ എന്ന് എഴുതി. QP/FP. ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്ന് എഴുതി. ഈ സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാണ്. സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പം എന്ത് വരും? സെക്കൻഡ് ഇക്വേഷനെ ഫസ്റ്റ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഈസി ആയിട്ട്. ഈ 2θ മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ്. തിരിച്ച് ചെയ്തു എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തൊരു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആദ്യം ഡിവൈഡ് ചെയ്യാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്, സെക്കൻഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ? 2θ ബൈ ഫസ്റ്റ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താ? തീറ്റ. ആദ്യം ലെഫ്റ്റ് സൈഡുകൾ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഈക്വൽ ടു ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോണ് QP/FP. QP/FP സെക്കൻഡ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡ്. ഇനി ഫസ്റ്റ് ഇക്വേഷനെ അതുപോലെ തന്നെ എഴുതണം. QP/CP. ഇനി ഇവിടുത്തെ ഈ തീറ്റയും കട്ട് ചെയ്ത് കളഞ്ഞു. ബാലൻസ് എന്തുണ്ട്? 2 ഉണ്ട്. ഈക്വൽ ടു ഇതെന്ത് വരും? ഇത് നമുക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. QP/FP ഇൻറ്റു ഈ QP/FPനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ CP/QP. ഈ QP ക്യാൻസൽ ചെയ്ത് കളയാലോ. രണ്ടിലും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാലൻസ് എന്ത് വന്നു? 2 ഈക്വൽ ടു CP/FP. CP എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ CP എന്ന് എഴുതേണ്ട കാര്യമില്ല. റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് എഴുതിയാൽ മതി. അപ്പോൾ CPക്ക് പകരമായിട്ട് നമ്മൾ R എന്ന് എഴുതി ബൈ. ഇനി FP എന്ന് പറയുന്നത് എന്താ? ഫോക്കസ് തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലേസിൽ നമ്മൾ സ്മോൾ f എന്ന് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടി? 2 ഈക്വൽ ടു R/F എന്ന് കിട്ടി. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് R-ൻ്റെ ആയിട്ട് എഴുതാം. R ഈക്വൽ ടു F-നെ ഇങ്ങോട്ട് വന്നാൽ മതി. 2F. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിൻ്റെ ട്വൈസ് ആണ്. അത് നമുക്ക് ഇതൊന്നും ചെയ്യാണ്ട് തന്നെ അറിയാൻ പറ്റും. സെൻറ്റർ ഓഫ് കർവേച്ചർ തൊട്ട് പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. അതിൻ്റെ കറക്റ്റ് പകുതി ആയിരിക്കും ആര്? ഫോക്കൽ ലെങ്ത്. അപ്പോൾ നമുക്ക് ഫൈനലി എന്ത് കിട്ടി? R ഈക്വൽ ടു 2F എന്ന് കിട്ടി. അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ ഈ ഡെറിവേഷൻ തീറ്റ എടുത്തതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ 1-2 വട്ടം നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും. അതെ, ഏത് ട്രയാങ്കിൾ എടുക്കണം? ഇതിൽ ആകെ 2 ട്രയാങ്കിളേ വരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര കൺഫ്യൂഷനൊന്നും വരേണ്ട കാര്യമില്ല. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മളിവിടെ പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ R-ഉം ഫോക്കൽ ലെങ്ത് F-ഉം തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഇവിടെ ഇമേജ് ഫോർമേഷൻ ഒന്നും പറയാത്ത കാരണം ഏതെങ്കിലും ഒരു റേ എടുത്താൽ മതി. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു റൂള് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനൊരു കോൺകർവ് മിറർ എടുത്ത് വേഗം ഒരു കോൺകർവ് മിറർ വരയ്ക്കുക. അതിൻ്റെ ഒരു സൈഡ് വേഗം ഒപ്പാക്കി വെക്കുക. അത് മിററാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. സെൻറ്റർ ഓഫ് കർവേച്ചർ മാർക്ക് ചെയ്യുക. ഒരു ഏകദേശം കണ്ടിട്ട്. കറക്റ്റായിട്ട് നമ്മൾ മൊത്തം സ്ഫിയർ വരച്ചിട്ട് മാർക്ക് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു ഏകദേശം നമ്മുടെ സ്ഫിയർ അത്ര വലിപ്പം ഉണ്ടാവുമോ എന്ന് നമുക്കൊന്ന് ഗസ് ചെയ്തിട്ട് അതിനൊരു സെൻറ്റർ ഓഫ് കർവേച്ചർ C മാർക്ക് ചെയ്തു. പിന്നെ സിക്ക് പോള് മാർക്ക് ചെയ്തു P.
അതിന് രണ്ടിനും കറക്റ്റ് മിഡിലായിട്ട് ഫോക്കസും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഒരു റേ, ഇൻസിഡൻറ്റ് റേ വന്ന് മിററിൽ വീണു, അത് റിഫ്ലക്റ്റ് ചെയ്യും. ഏതിൽ കൂടെ റിഫ്ലക്റ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോക്കസിൽ കൂടെയാണ് റിഫ്ലക്ഷന് ശേഷം പോവുക. അപ്പോൾ ഈ വന്ന റേയുടെ തട്ടിയിട്ട് ഫോക്കസിലൂടെ പോണതായിട്ട് ഞാൻ കാണിച്ചു. ആരോ മാർക്കൊക്കെ ഇടണം കേട്ടോ. ഇത് ഇൻസിഡൻറ്റ് റേ, ഇത് റിഫ്ലക്റ്റഡ് റേ, ആരോ മാർക്ക് ഇട്ടു. ഇനി ഞാനൊരു നോർമൽ വരയ്ക്കുകയാണ്. നോർമൽ വരയ്ക്കുന്നത് എന്തിനാണ്? എനിക്ക് ആംഗിളുകളൊക്കെ കിട്ടിയാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെറിവേഷൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റ് ഈ ഇൻസിഡൻറ്റ് റേ വന്ന് വീഴണ ആ ഭാഗത്ത് വേണം എനിക്ക് നോർമൽ വരയ്ക്കാനായിട്ട്. അപ്പോൾ ആ നോർമൽ വരയ്ക്കുമ്പോൾ എപ്പോഴും ആ നോർമൽ എവിടെ ചെന്ന് മീറ്റ് ചെയ്യുക? സെൻറ്റർ ഓഫ് കർവച്ചറിൽ ചെന്നാണ് മീറ്റ് ചെയ്യുക. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഒരു പാരലൽ റേക്ക് നമ്മളൊരു നോർമൽ വരച്ചാൽ അത് എപ്പോഴും എവിടെ നിന്നാണ് മീറ്റ് ചെയ്യുക? സെൻറ്റർ ഓഫ് കർവച്ചറിൽ ചെന്നാണ് മീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വരച്ചു. ഇനി നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ വെച്ചിട്ട് ഈ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിൽ തീറ്റാന്നും അതുപോലെ ഈ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുണ്ടാകുന്ന ആംഗിളിൽ തീറ്റാന്നും കൊടുത്തു. രണ്ട് തീറ്റാന്ന് കൊടുക്കാനുള്ള കാരണം രണ്ട് സെയിം ആയതുകൊണ്ട്. ഈ രണ്ട് ആംഗിളുകളും തീറ്റാണെങ്കിൽ ഈ കോമൺ മൊത്തം ആംഗിൾ എത്രയായിരിക്കും? 2 തീറ്റ ആയിരിക്കും. അപ്പോൾ 2 തീറ്റാന്ന് എഴുതി. പിന്നെ നമ്മൾ മാത്സിലെ കുറച്ച് റൂളുകൾ യൂസ് ചെയ്യാണ്. ആദ്യം തന്നെ ഈ ഇൻസിഡൻറ്റ് റേയും നോർമലും ഈ പ്രിൻസിപ്പൽ ആക്സിസും മാത്രം എടുക്കാം. അപ്പോൾ ഇത് രണ്ടും പാരലലായിട്ടുള്ള റേസാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ റേ വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളും തീറ്റ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ തീറ്റ എന്ന് എഴുതിയത്. ഇനി നോർമൽ ഇല്ലാന്ന് വിചാരിച്ചോ. ഈ ഇൻസിഡൻറ്റ് റേയും പ്രിൻസിപ്പൽ ആക്സിസും പിന്നെ ഈ റേയും റിഫ്ലക്റ്റഡ് റേയും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പം നമുക്കറിയാം ഈ നോർമൽ ഇല്ലെങ്കിൽ ഈ മൊത്തം ആംഗിൾ 2 തീറ്റ ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളും 2 തീറ്റ ആയിരിക്കും. ഇങ്ങനെയാണ് 2 തീറ്റ എന്ന് എഴുതിയത്. ഇനി സിമ്പിളാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് ടാൻ തീറ്റയും ടാൻ 2 തീറ്റ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. നമ്മൾ ആദ്യം തന്നെ കൺസിഡർ ചെയ്യണം ട്രയാങ്കിൾ QCP കൺസിഡർ ചെയ്തു. QCPയിൽ ടാൻ തീറ്റ എടുത്തു. ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ് QP, ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് CP. അപ്പോൾ QP/CP എഴുതി. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ സൈഡിൽ എഴുതണം അത് ഇഫ് തീറ്റ ഈസ് വെരി വെരി സ്മോൾ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അങ്ങനെ എഴുതിയിട്ട് വേണം ഇവിടെ ടാൻ തീറ്റയ്ക്ക് പകരം തീറ്റ എന്ന് കൊടുക്കാനായിട്ട്. തീറ്റ ഈക്വൽ ടു ഈ ഭാഗം അതുപോലെ തന്നെ എഴുതി QP/CP. അതിന് ഇക്വേഷൻ 1 കൊടുത്തു. ഇനി അടുത്ത ട്രയാങ്കിൾ എടുത്തു, QFP എടുത്തു. QFP എടുത്തപ്പോൾ QFPയുടെ ആംഗിൾ എന്ന് പറയുന്നത് ടാൻ തീറ്റ അല്ല ടാൻ 2 തീറ്റയാണ്. അപ്പോൾ ടാൻ 2 തീറ്റ ഈക്വൽ ടു അതിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ് QP ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് FP ആണ്. അത് എഴുതി. ഇവിടെയും 2 തീറ്റ വളരെ സ്മോൾ ആണെന്നുണ്ടെങ്കിൽ ടാൻ 2 തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2 തീറ്റ എന്ന് എഴുതാം. റൈറ്റ് സൈഡ് അതുപോലെ തന്നെ എഴുതി. 2 എന്ന് പറയുന്ന ഇക്വേഷനെ 1 എന്ന് പറയുന്ന ഇക്വേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ക്യാൻസൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു. റൈറ്റ് സൈഡ് നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിപ്രോക്കൽ എടുത്തു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. 2 = CP/FP എന്ന് കിട്ടി. ഈ CP എന്ന് പറയുന്നത് ആരാ? റേഡിയസ് ഓഫ് കർവേച്ചറും FP എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തും ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടി R = 2F. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിൻ്റെ ട്വൈസ് ആയിരിക്കും. ലാസ്റ്റ് കൺഫ്യൂഷൻ വരരുത്. നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു പോകും. ഈ ട്രയാങ്കിളൊക്കെ എടുത്തതിനുള്ള കാരണമൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ച കുട്ടിക്ക് എളുപ്പമാണ്. അതായത് ഈ CP വരണം ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ. കാരണം റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ ചെയ്യാൻ വേണം. അപ്പോൾ CP എന്ന് പറഞ്ഞ ആൾ വന്നാൽ ലാസ്റ്റ് അതിനെ മാറ്റി R എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. FP എന്ന് പറഞ്ഞ ആൾ വന്നാൽ അതിനെ മാറ്റിയിട്ട് F കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ എയിം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.